അവള് 12 വയസ്സിൽ അവള് പ്രായമായി വയസ്സായി. ആദ്യത്തെ ഷോക്ക് അമ്മയെന്ന നിലയിൽ നമ്മളിലെ ഒന്നും അറിയാത്തൊരു കുഞ്ഞ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യും. ഞാൻ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അപ്പച്ചിയുണ്ട് ഇവിടെ. ആ സമയത്ത് ഞാൻ ഇവിടെ ഇതിലെ എൻ്റെ മകളിലൂടെ ഞാൻ എല്ലാവരും അറിയപ്പെടും. രഞ്ജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജോലി, ചെറിയ ബ്ലഡ് ഡൊണേഷൻ, ചെറുതായിട്ടൊക്കെ ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സൂര്യമോളുടെ അമ്മയെന്നുള്ള നിലയിൽ എവിടെ ചെന്ന് സൂര്യമോളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കാതെ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇത് ആരുടെ വീഡിയോ ആണ്? ഇത് ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിനെ ഒരു അമ്മ പൊതുസമൂഹത്തിലോട്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രഞ്ജിത എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഇതുണ്ട്, പേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലും ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അറിയപ്പെടുന്നത് സൂര്യമോൾ എന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്തവരാരും ഇല്ല കേട്ടോ. ഞാൻ ഫേസ്ബുക്കിൽ യാദൃശ്യമായിട്ട് കണ്ടാണ് ഈ സൂര്യമോളുടെ ഒരു വീഡിയോ. അപ്പം അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ സൂര്യമോൾ മുഖത്ത് ഇങ്ങനെ തന്നെത്താനെ കൈയിട്ടടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിച്ചത്, ഇത് എൻ്റെ ഈ കുട്ടി ഇങ്ങനെ തന്നെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ മുഖത്ത് പാടുണ്ട്, നല്ലൊരു സൈഡ് കറുത്ത പാട്. അപ്പം ഞാൻ അന്നേരം കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ബാഗൊക്കെ തോളയിലിട്ട് പോകാൻ. അപ്പോൾ ആ ഒരു പ്രാവശ്യം അതിങ്ങനെ കണ്ടു. അപ്പോൾ സൂര്യമോൾ മുഖത്തടിക്കുമ്പോഴത്തേക്ക് സൂര്യമോളുടെ അമ്മയാണ് ഈ രഞ്ജിത എന്ന് പറഞ്ഞ ആൾ. രഞ്ജിത എന്ന് പറഞ്ഞ സൂര്യമോളുടെ അമ്മ വന്നേച്ച് സൂര്യമോളെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സ്കൂളിൽ പോകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ആ ബാഗ് ഇട്ടുണ്ട്, ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുകയല്ലോ കേട്ടോ. ആ സ്കൂൾ ബസ് വരുന്നിടം വരെ ഓട്ടമാണ്. ഓടി ഗേറ്റിൻ്റെ അവിടെ വരെ പോവും, തിരിച്ച് വരും. പിന്നെ അവിടെ എനിക്കൊന്ന് രഞ്ജിതയുടെ വീട് തന്നെയാണെന്ന് തോന്നുന്നു, തൊട്ടടുത്തൊരു വീടുണ്ട്. അവിടെ അമ്മൂമ്മയോ ഒക്കെ ഉണ്ട്. അവിടെ വന്ന തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുക, കിടക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. ബാഗ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു കാര്യം എന്നറിയാം, ഈ രഞ്ജിത എന്ന് പറയുന്ന ഈ സൂര്യമോളുടെ അമ്മയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവരൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട വ്യക്തിയാണ്. കാര്യം അത്രയ്ക്ക് നമുക്കങ്ങോട്ട് എനിക്ക് ഭയങ്കര ഒരു ആരാധനയാണ് ഇവരോട് തോന്നി കേട്ടോ. കാര്യം അത്രയ്ക്ക് ആ ഒരു കുഞ്ഞിന് സുഖമില്ല, അതിന് ഓട്ടിസം ബാധിച്ച കുഞ്ഞാണ് ഈ സൂര്യമോൾ എന്ന് പറയുന്നത്. അതിന് എത്ര കരുതലോടുകൂടി കൊണ്ടു നടക്കുന്നത്. സാധാരണ ഞാൻ ഓട്ടിസം ബാധിച്ച ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിറിഞ്ഞിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. കാര്യം വെച്ചാൽ അധികം അവരോട് സംസാരിക്കത്തില്ല, ഇങ്ങനെ വായിക്കൂടെ തുപ്പിൽ വിളിച്ച്. അതൊക്കെ ഞാൻ ഈ ജനിച്ചതേരെ ഒരു വീഡിയോയിൽ നിന്നാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ടാബ്ലറ്റ് കൊടുത്ത കാര്യം ഇത് നിങ്ങൾ ഭയങ്കര ബഹളമായിരിക്കും. ആ ബഹളം ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടർമാർ ടാബ്ലറ്റ് കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇവരുടെ ലൈഫ് സ്റ്റോറി ഞാൻ കണ്ടു, ഒരു ഇതിനകത്ത് ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് കൂടുതൽ ഈ വീഡിയോ റിയാക്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് തന്നെ ചെയ്യേണ്ടതേക്കുന്നതിന്. അങ്ങനെ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. കാര്യം ഇവരെ പോലുള്ളവരൊക്കെ സമൂഹത്തിൽ അറിയാത്ത ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ അവരും കൂടെ അറിയണമെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഇവരൊക്കെ മാതൃകയാക്കണം. കാര്യം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളുടെ അമ്മമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടിലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഈ രഞ്ജിതയെ പോലുള്ള അമ്മയൊക്കെ മാതൃകയാക്കേണ്ടതാണ്. അവരെത്ര കരുതലോടെ, അതും പെൺകുഞ്ഞാണ്, ആ കുഞ്ഞിനെ എത്ര കരുതൽ. എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ആദ്യമേ എനിക്ക് ഇഷ്ടമായിരുന്നു ഇവരെ. ഒന്നും കൂടി എനിക്ക് ഇവരുടെ ആരാധന കൂടി കേട്ടോ. കാര്യം അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നിപ്പം ഒരു നോർമലായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ പോലും അതുങ്ങളെ നമ്മൾ എത്രമാത്രം കരുതലോടുകൂടി കൊണ്ടു നടന്നാലാണ് പറ്റുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത്. അപ്പം ഇങ്ങനെ സുഖമില്ലാത്തൊരു കുട്ടി, അതിനറിയില്ല നല്ലതേത് ചീത്തയേതെന്നൊന്നും അതിനറിയില്ല. അതിൻ്റെ ശത്രു ആരും മിത്രമാരെന്ന് പോലും അതിനറിയത്തില്ല. അതിന് 18 വയസ്സുള്ള കുഞ്ഞിന് 2 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെയൊക്കെ പെട്ടെന്ന് അതിനെയൊക്കെ അതുപോലെ കരുതലോടുകൂടി കൊണ്ടു നടക്കുന്നതാണ്. ഇതിനൊക്കെ രസം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ആദ്യമേ കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കണ്ടപ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടു കേട്ടോ. ഇത് മകളെ വിറ്റ് ജീവിക്കുന്ന അമ്മ എന്നും പറഞ്ഞിട്ട്. എനിക്കറിയാൻ മേലെ എന്നത്തിനാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ കുട്ടിയുടെ കാര്യങ്ങൾ അവരുടെ ചാനലിനകത്ത് പുറത്ത് കാണിക്കുന്നതിന് അതെങ്ങനെയാണ് ഒരു കച്ചവടം ആകുന്നത്? ആ കൊച്ചിനെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ധൈര്യത്തിന് അവരെ സമ്മതിക്കണ്ടേ? കാര്യം എന്നാന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് 10 പേര് അറിയാതെ ഒതുക്കി നിർത്താനാണ് നോക്കുന്നത്. ഇവരെങ്ങനെയല്ല ചെയ്തത്, ഇവർ സമൂഹത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാണ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടായിരിക്കാം സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഞാൻ കാണാൻ തുടങ്ങിയതിനേക്കാൾ മാറ്റം വന്നിട്ടുണ്ട്. സൂര്യയ്ക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്കൂളിൽ ഒരു പരിപാടി കണ്ടായിരുന്നു. സാരിയൊക്കെ കൊടുത്ത് നല്ല മണവാട്ടിയെ പോലെ ഒരുങ്ങി, എന്നാ രസം, നല്ല രസമായിട്ട്. അത് സൂര്യയുടെ അമ്മ ബ്യൂട്ടീഷ്യനാണ്, അവർ തന്നെയാണ്. മണിക്കൂറുകളോ എടുത്താണ് അത് ഒരുക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്കതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോഴല്ലോ നമ്മൾ അന്നേരത്തെ ഒരു വീഡിയോ ആണ് കണ്ടത്, ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നത് കണ്ടത്. പക്ഷേ ആ ഒരുക്കാൻ എടുത്ത സമയം അവർ പറയുന്നത് കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ, അതൊക്കെ ആ ഒരു ക്ഷമയോട് കൂടി ഇരുന്ന് ചെയ്യുന്നതാണ്. അത് തന്നെയല്ല, സൂര്യമോളുടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അടുക്കള കുഞ്ഞുങ്ങൾ പിള്ളേർ കയറി എന്നെ ഒരിച്ചിട്ട് നമ്മൾ ഉടനെ അടിയും കൊടുക്കും, ദേഷ്യപ്പെടുകയും ഒച്ചയൊക്കെ ചെയ്യും. മര്യാദയ്ക്ക് പിള്ളേർ എന്നെ കാണിച്ചേക്കുന്നത്. പക്ഷേ സൂര്യമോൾ കാണിക്കുന്നത് സൂര്യമോളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. കാര്യം അത് തന്നെത്താനെ കൊച്ച് ഓരോന്നും എടുത്ത് ചീലിക്കാൻ വേണ്ടിയാണ്. അടുപ്പിൽ നിന്ന് ഇപ്പോൾ എന്നേലും എടുക്കുന്ന കറി എടുക്കുന്ന ആ പാത്രത്തിൽ ഒഴിക്കുന്ന വഴിക്ക് അവിടെ മുഴുവൻ വീഴും. പക്ഷേങ്കിൽ ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ശരിക്കും അതിനെ ഉൾക്കൊണ്ട് അതിനെ അത്രയേറെ സ്നേഹിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അവർ ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കും. ചിലർ ഒന്നിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ എന്നത്തിനെ കാണിക്കുന്നത്, ആ കൊച്ചു വാരി കഴിക്കുന്ന കാണുമ്പോൾ അറപ്പെന്ന്. അതെങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് ആദ്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെ വീട്ടിലുള്ള പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ മര്യാദയ്ക്ക് വളർത്തിയപ്പോൾ ചില കുഞ്ഞുങ്ങൾ കാണിക്കുന്ന കാണാം, അളിച്ച് കുളിച്ച് ഇട്ടേച്ച് പോകും. പക്ഷേ അത് അത്രയൊക്കെ മാറ്റങ്ങൾ ഇനി വന്നില്ല. അത് എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത്രയൊക്കെ മാറ്റങ്ങൾ വന്നത്. ഒരു മനുഷ്യന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക.
ആ ഒരു കാര്യത്തിൽ ഒരു നല്ലൊരു കമൻറ്റ് കൊടുക്കുക, നല്ലൊരു വാക്കുകൾ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ എത്ര സന്തോഷമാണ് വരുന്നത്. എന്നെയല്ല നമുക്കിതൊന്ന് കാണാം, അവർ പറയുന്ന കാര്യങ്ങൾ കുറേ കേൾക്കാം. ഇതിലെ എൻ്റെ മകളിലൂടെ ഞാൻ എല്ലാവരും അറിയപ്പെടും. രഞ്ജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജോലി, ചെറിയ ബ്ലഡ് ഡൊണേഷൻ, ചെറുതായിട്ടൊക്കെ ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സൂര്യമോളുടെ അമ്മ എന്നുള്ള നിലയിൽ എവിടെ ചെന്ന് സൂര്യമോളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കാത്ത ഒരു ദിവസം ആര് എവിടെ ചെന്നാലും ഉണ്ട്. അങ്ങനെ അറിയപ്പെടുന്നതിൽ വളരെയധികം സന്തോഷത്തിനേക്കാൾ നമുക്കൊരു അഭിമാനമാണ്. രഞ്ജിത എന്നറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സൂര്യമോളുടെ അമ്മ എന്നുള്ള രീതിയിലായിരിക്കും. അതെ, അതിൻ്റെ എൻ്റെ അഭിമാനം ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടാവേണ്ടത് അതാണ്. കാരണം സൂര്യമോള് വേറൊരു കഴിവിലൂടെ അല്ലെങ്കിൽ പഠിച്ച് മാർക്ക് നേടി റാങ്ക് നേടി അങ്ങനെയൊന്നും അല്ലല്ലോ. ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞ് അവളിലൂടെ ഒരു അമ്മ അറിയപ്പെടുമെന്ന് പറയുമ്പോൾ അത് എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് അഭിമാനിക്കുന്നു. അവളുടെ അമ്മ ആയതിൽ ഞാൻ അതാണ് പറഞ്ഞത്. ആ ഒരു അഭിമാനത്തോട് പറഞ്ഞ സൂര്യമോൾ, സത്യം സൂര്യമോളുടെ അമ്മയെന്നായിരിക്കും കൂടുതൽ അറിയപ്പെടുന്നത്. എനിക്കും ഈ രഞ്ജിത എന്നുള്ള പേര് കൊണ്ട് അറിയത്തില്ല, അവരുടെ ചാനലിൻ്റെ പേര് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. എങ്കിലും ഉണ്ടല്ലോ സൂര്യമോളുടെ അമ്മ എന്ന് പറയുമ്പോഴത് ഞാൻ എപ്പോഴും ആ ഒരു മൈൻഡിലായിരുന്നു എടുക്കുന്നത്. സൂര്യമോളുടെ അമ്മ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എടുക്കുന്നത്. ആ ഒരു അഭിമാനത്തോട് പറയുന്നത് കേട്ടോ. നമ്മൾ ഇപ്പം സൂര്യമുഖ് 18 വയസ്സിലാണ് ആയത്. അവൾ ഏകദേശം ഇപ്പോൾ 2.5 വയസ്സിൻ്റെ മാനസിക വളർച്ചയുള്ളൂ. അവളുടെ ഇപ്പോൾ ആ കറി പോയി എടുത്തു, ആ തവി കൊണ്ട് അവിടെ ആവശ്യത്തിന് അവൾ എടുത്തു, തവി എവിടെ വെച്ചാൽ കളഞ്ഞിട്ട് പോരും. പക്ഷെ നമ്മൾ അവൾക്ക് ഇത്രയും വയസ്സായിട്ട് നീ എന്താ ഇത് ചെയ്യാത്തതെന്ന് നമുക്ക് വഴക്ക് പറയാൻ ഞാൻ ഓട്ടിസ്റ്റിക്കായ കുഞ്ഞിൻ്റെ അമ്മയല്ലേ. എന്നിട്ട് അവളുടെ പ്രായത്തിൻ്റെ പക്വത നമുക്ക് ഇല്ല എന്നുള്ളത് അറിയാവുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ദേഷ്യപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ടാവില്ല, അവരോട് അമ്മയ്ക്ക് ഇതെങ്ങനെ പറഞ്ഞിട്ട് അവരെയും കൂടി ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ക്ഷമയോടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ പ്രത്യേകിച്ചും നോർമൽ കുട്ടികളെക്കാട്ടി നമ്മൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങളാണ് ഓട്ടിസം ഉള്ള അങ്ങനെയുള്ള ഹൈപ്പറായിട്ടുള്ള കുട്ടികളെല്ലാം അങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് ക്ഷമയോടെ പിന്നെ ഇപ്പം ഒരു പ്രാവശ്യം ഒരു കാര്യം സൂര്യമോള് ആഹാരം തന്നെത്താൻ വാരി കഴിച്ചു തുടങ്ങിയത് ഏകദേശം 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. 17 വയസ്സിൽ അത്രയും വർഷം കൊണ്ട് അവൾ തന്നെ അത് അവള് തലയിൽ തൂക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വാരി കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കമ്പും കൊണ്ടിരിക്കും, കാരണം അടിക്കത്തില്ല, അവൾക്ക് കമ്പിനെ പേടിയാണ്. അന്നേരം തല വെക്കരുത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് സൂര്യമോൾക്ക് വേണ്ടി. സൂര്യമോൾ ഇച്ചിരി കൂടെ ഒന്ന് ആ ഒരു ഇച്ചിരിയും കൂടെ നമുക്കൊന്ന് സംസാരമൊക്കെ അങ്ങോട്ട് കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണ് ചിലത്. പിന്നെ സൂര്യമോൾ കഴിഞ്ഞ ദിവസം കുറേ വാക്കുകൾ തന്നെ ഇരുന്ന് പറയുന്നതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. നമുക്കൊക്കെ അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ട് സൂര്യമോൾ. അത് സത്യം പറഞ്ഞത്. ഈ നെഗറ്റീവ് കമൻറ്റ് വരുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ കുട്ടികളെയൊക്കെ ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് മടിക്കുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് കൊണ്ടാണ്. എന്തെല്ലാം തോന്നിവാസങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്, എത്രമാത്രം വൃത്തിയായിട്ട കാര്യങ്ങൾ. അതിനൊക്കെ പോയി നെഗറ്റീവ് കമൻറ്റ് ഇടുക, അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് ഈ കമൻറ്റ് ഇടുന്നവരോട് ഒന്നും പറയാനായിട്ട് എനിക്കില്ല, സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കാണിക്കുന്നവർക്ക് ഇത് പോയി നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുക. അവർക്കൊക്കെ അത് വായിച്ചെടുക്കാനുള്ള ബുദ്ധിമുണ്ട്. അത് വായിച്ചെടുത്ത് ചിലതൊക്കെ നേരെയാകും, ചിലതൊക്കെ അങ്ങനെ തന്നെ പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോയ്ക്ക് കടി പോയി നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന പറയാൻ മാനസിക വികാരം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെന്ത് ഉദ്ദേശത്തിലാണ് ഈ ഇങ്ങനൊരു വയ്യാത്ത കുഞ്ഞിൻ്റെ വീഡിയോയ്ക്ക് പോയി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. സമൂഹത്തിൽ മാറ്റി നിർത്താതെ അതിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് 4 പേര് അറിയേ അതിനെ കാണിക്കാൻ ധൈര്യം കാണിച്ച ആ ഒരു അമ്മയും ആ ഒരു ബാക്കിയുള്ള എല്ലാവരും വീട്ടുകാരും മൊത്തമാണ്, അമ്മയും മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും, അതിൻ്റെ അച്ഛനെയും എല്ലാം. അപ്പോൾ അങ്ങനെ അവരത് കൊണ്ടുവന്നത് വേറൊരു കുടുംബത്തിലൊരു കുഞ്ഞിനി മൂലയെ മാറ്റി തള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനൊരു ചാനലും ഇതൊക്കെ ആയിട്ട് നടക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുകയല്ല, കൂടെ നിർത്തുകയാണ് വേണ്ടതെന്നുള്ള ഇതിൻ്റെ വേണ്ടി തന്നെയാണ്. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി കാണിക്കുന്ന പരിപാടി ചെയ്തേക്കുന്നതും കൂടെയാണിത്. അത് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് വരുന്നതുകൊണ്ടാണ് ഒത്തിരി ചിലതൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഏതാണ്ട് വൈരാഗ്യം നിൽക്കുന്ന മാതിരി ഇതൊക്കെ ഒന്ന് നെഗറ്റീവ് ഇടുന്നത്. എന്നാത്തിനാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതെന്ന് പോലും ഇടുന്നവർക്ക് ബോധം ഉണ്ടായിരിക്കത്തില്ല. എന്നെ വേദനിപ്പിച്ച കമൻറ്റ് അവരെ അറിയാൻ വയ്യാതെ സംസാരിക്കുന്നതാവാം എന്ന് വിചാരിച്ച് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വേദനിപ്പിക്കുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ സൂര്യമോളെ ഞാൻ വിറ്റ് കാശാക്കുന്നു. സൂര്യമോളെന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ് ഇടുന്ന വ്യക്തികളൊന്നും ചിന്തിക്കണം. ഞാൻ ജന്മം കൊടുത്ത ഓട്ടിസ്റ്റിക് എൻ്റെ മോളാണ് സൂര്യമോൾ. സൂര്യമോൾക്ക് 18 വയസ്സായി. ഈ ഫേസ്ബുക്കിൽ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. 2011 അങ്ങാണ്ട് ഞാൻ എടുത്ത അക്കൗണ്ടാണ് എൻ്റെ ഫേസ്ബുക്ക്. അതിന് ആ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ഞാൻ നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരാളും കൂടാണ്. എന്ത് വിഷയത്തിലും നമ്മൾ ചിലപ്പം പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷേ സൂര്യമോളെ വീഡിയോസിൽ ഇപ്പോഴൊക്കെ ഈ CM ഓണായത് നമുക്ക് പൈസയൊക്കെ കുറേശ്ശെ കിട്ടി തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ സൂര്യമോളെ വളർത്തി വലുതാക്കി അവിടെ ആവശ്യങ്ങളെല്ലാം നേടിക്കൊടുത്ത അമ്മയാണ്. ഞാൻ ജോലി 18 വർഷമായി കൂടി പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞത് അവർ വളർത്തിക്കൊണ്ടുവന്ന അവരുടെ മകള് ആ കുഞ്ഞിൻ്റെ വീഡിയോ അവരുടെ ഫേസ്ബുക്കിലൂടെ അവർ അതിനകത്തൊരു വീഡിയോ ഇടുന്നതിന് മറ്റുള്ളവർക്ക് എന്നാണ് നഷ്ടം? അതിനെ വിറ്റ് ജീവിക്കുന്നത്. ഈ വിറ്റ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് മനസ്സിലായി. ചിലർ വിചാരം എന്നാ ഈ ഫേസ്ബുക്ക് അങ്ങോട്ട് തുടങ്ങി അന്നേരം അതിനകത്ത് ഇങ്ങനെ ലക്ഷങ്ങൾ വാരുക എന്നാണ്. യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങി അതിൽ നിന്ന് ലക്ഷങ്ങൾ വാരുന്നതിന് ചില മനുഷ്യരൊക്കെ വിചാരം. ഈ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് അത് ഓഡിയൻസിലേക്ക് നല്ല രീതിക്ക് പോയി ആൾക്കാർ നല്ലപോലെ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നത്. ചില വീഡിയോ കിട്ടുമ്പോൾ ഞാൻ പറയാറില്ല ഞാൻ ഇതിൻ്റെ വീവ് പ്രതീക്ഷിച്ചല്ല ഇടുന്നതെന്ന് ഞാൻ പറയാറുണ്ട്. കാര്യം അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇടുന്നതാണ്. അതിന് വീവല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റു പേര് അതിനെപ്പറ്റി ഒരു ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അറിയുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ആ വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ നമ്മൾ ഇടുന്ന ചില വീഡിയോയ്ക്കൊക്കെ തീരെ വ്യൂ കുറവായിരിക്കും, പക്ഷെ എനിക്കൊരു വിഷമം തോന്നാറില്ല. ആ ഇപ്പോൾ ഒരു 200 പേരെ കണ്ടിട്ടുള്ളെങ്കിലും ആ ഒരു 200 പേര് അത് കണ്ടല്ലോ എന്നൊരു സമാധാനം എനിക്കുണ്ട്. ഞാൻ പറയുന്ന കാര്യം ഒരു 200 പേരിലേക്കെങ്കിലും എത്തിയല്ലോ എന്നൊരു തോന്നലുണ്ട്. അത്രേ വിചാരിക്കുന്നുള്ളൂ. എന്ന് പറയുന്നല്ലേ ഇതിൽ നിന്ന് ഏതാണ്ട് ഇവർ കോടികൾ വാരുന്നു എന്നുള്ള കുശുമ്പ് മൂത്തിട്ടാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് വരുന്നത്. പിന്നെ എങ്ങും കൊണ്ട് അനാവശ്യമായി പൈസ കളയണ്ട, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കുഞ്ഞിനെ ഇത് മാറ്റിയെടുക്കാം എന്നൊരു ചിന്താഗതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പറ്റുന്നതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മെഡിസിൻ കൊടുക്കുമായിരുന്നു. നമ്മുടെ ഡോക്ടറായിരുന്നു നമ്മുടെ അവിടെ മെഡിക്കൽ കോളേജിൽ ഉറങ്ങാനൊക്കെ.
ഇതിന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഓട്ടിസം ക്ലബ്ബ് സെക്രട്ടറി നമ്മൾ പറഞ്ഞു ഇതോണം രഞ്ജിത മെഡിസിൻ അത് സെഡേഷനാണ്, അത് ഒന്ന് സാറിനോട് സംസാരിച്ചിട്ട് കുഞ്ഞ് ഇത് എങ്ങനെ ഒരുക്കുമായിരുന്നു ആ സമയത്ത് മെഡിസിൻ കൊടുക്കും, അവൾ ഉറങ്ങിയിരിക്കുമായിരുന്നു, അത് ഇതൊക്കെ ആ മെഡിസിൻ ചെന്നിട്ട് ഒന്ന് സംസാരിക്കാനോട് പറഞ്ഞു. അത് ഞാൻ സാറിന് ഇതോണം അവളിങ്ങനെ ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ അവൾ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻ നിർത്തിക്കോ, ഇത് സെഡേഷൻ തന്നെ. കാരണം ഓട്ടിസം എന്ന് പറയുന്നത് മരുന്നില്ല, ഉള്ളത് അടങ്ങിയിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സെഡേഷനാണ്. കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും, കുഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കുക, നമുക്ക് ഡിസ്റ്റർബ് ആവരുന്നായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സാർ തന്നെ പറഞ്ഞു കുറേശ്ശെ നിർത്തിക്കോളാം, അങ്ങനെ രഞ്ജിനിക്ക് കുഴപ്പമില്ലെങ്കിൽ നിർത്തിക്കോളാം, ഞാനങ്ങനെ നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് സൂര്യമുള മെഡിസിൻ ഒന്നും എടുക്കാതിരുന്നൊക്കെയാണ് കുറച്ച് ആക്റ്റീവായിട്ട് വന്നത്. ഇതാ ഞാൻ പറഞ്ഞില്ല, ചില കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പം അതുങ്ങൾ ഇങ്ങനെ തല ഇങ്ങനെ തൂക്കി വെച്ച് നമ്മളെ നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്നെ ചോദിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കത്തില്ല, ഇതുവഴി ഇങ്ങനെ തുപ്പൽ ഒലിച്ചുകൊണ്ടിരിക്കും. അത് ഒരു പക്ഷേ ഈ ചില കുഞ്ഞുങ്ങൾ ഭയങ്കര കുരുത്തക്കേടായിരിക്കും, ഭയങ്കര ചിലരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അതുപോലെ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തവരായിരിക്കും, ഭയങ്കര കുരുത്തക്കേടുകൾ കാണിക്കും. എന്നിട്ട് ഇതിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരുത്തി വെക്കുമല്ലോ എന്നോർത്തായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഉറങ്ങിയിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ, അവർ യാതൊരു ആക്റ്റീവും ആയിരിക്കത്തില്ല. അങ്ങനെ അതങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇതിൽ നിന്നും ഇവരിപ്പോൾ പറഞ്ഞാൽ ഓട്ടിസിന് ഈ രഞ്ജിത പറഞ്ഞ പോലെ തന്നെ ഓട്ടിസത്തിന് മരുന്നുള്ളതായിട്ട് ഞാനും കേട്ടിട്ടില്ല. പക്ഷേങ്കിൽ ഈ മയങ്ങിയിരിക്കുക കാര്യം, അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ മയങ്ങി ഇങ്ങനെ ഇരുന്നോളും, മറ്റു കുരുത്തക്കേടുകളൊന്നും ഉണ്ടാകത്തില്ല, വീട്ടുകാർക്ക് സമാധാനം, അവിടെ ഒതുങ്ങിയിരിക്കും, അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് സൂര്യനെ അങ്ങനെ ടാബ്ലറ്റ് കൊടുത്തുകൊണ്ടിരുന്നിടത്ത് അത് വേണ്ട, അതെന്നെ കുരുത്തക്കേട് കാണിച്ചു, അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരുടെ അത്ര ഇതായിട്ടേ ആ സാധാരണ പേരൻസൊക്കെ ചിന്തിക്കുന്ന പ്രശ്നമില്ലാതെ മാറിയിരിക്കുമല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവരുടെ ഏതെല്ലാം കാര്യങ്ങൾ അവർ മാറ്റി വെച്ചിട്ടായിരിക്കാം ഈ കൊച്ചിന് മാത്രമായിട്ട് ശ്രദ്ധിക്കാം ഈ ടാബ്ലറ്റ് കൊടുക്കാതെ എന്ന് ചിന്തിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ അതിന് വരികയും ചെയ്തു. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം എവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സാരിയൊക്കെ കൊടുത്ത് എനിക്കൊരു ഫോട്ടോ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു, രഞ്ജിത് പോസ്റ്റ്. ആ ഫോട്ടോ കണ്ട് നമുക്ക് പറയത്തേ ഇല്ല കേട്ടോ, സൂര്യമോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പറയത്തേ ഇല്ല. അത് കാണുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് ഒരുങ്ങി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കത് ഒട്ടും പറയത്തേ ഇല്ല. സാരി കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഇപ്പം സൂര്യമുഖ് 18 വയസ്സിലാണ് ആയത്. അവൾ ഏകദേശം ഇപ്പോൾ 2.5 വയസ്സിൻ്റെ മാനസിക വളർച്ചയുള്ളൂ. അവളുടെ ഇപ്പോൾ ആ കറി പോയി എടുത്തു, ആ തവി കൊണ്ട് അവിടെ ആവശ്യത്തിന് അവൾ എടുത്തു, തവി എവിടെ വെച്ചാൽ കളഞ്ഞിട്ട് പോരും. പക്ഷെ നമ്മൾ അവൾക്ക് ഇത്രയും വയസ്സായിട്ട് നീ എന്താ ഇത് ചെയ്യാത്തതെന്ന് നമുക്ക് വഴക്ക് പറയാൻ, ഞാൻ ഓട്ടിസ്റ്റിക്കായ കുഞ്ഞിൻ്റെ അമ്മയല്ലേ, എന്നിട്ട് അവളുടെ പ്രായത്തിൻ്റെ പക്വത നമുക്ക് ഇല്ലാന്നുള്ളത് അറിയാവുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ദേഷ്യപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ടാവില്ല, അവരോട് അമ്മയ്ക്ക് ഇതെങ്ങനെ പറഞ്ഞിട്ട് അവരെയും കൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ക്ഷമയോടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ പ്രത്യേകിച്ചും നോർമൽ കുട്ടികളെക്കാട്ടി നമ്മൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങളാണ് ഓട്ടിസം ഉള്ള അങ്ങനെയുള്ള ഹൈപ്പറായിട്ടുള്ള കുട്ടികളെല്ലാം അങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് ക്ഷമയോടെ ഇപ്പം ഒരു പ്രാവശ്യം ഒരു കാര്യം സൂര്യമോള് ആഹാരം തന്നെത്താൻ വാരി കഴിച്ചു തുടങ്ങിയത് ഏകദേശം 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അത്രയും വർഷം കൊണ്ട് അവൾ തന്നെ അത് അവള് തലയിൽ തൂക്കുമായിരുന്നു, അങ്ങനെ നമ്മൾ വാരി കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കമ്പും കൊണ്ടിരിക്കും, കാരണം അടിക്കത്തില്ല, അവൾക്ക് കമ്പിനെ പേടിയാണ്. അന്നേരം തല വെക്കരുത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. നോർമലായിട്ടാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ എത്ര ക്ഷമയോടുകൂടി ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഈ രഞ്ജിത നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞ് ഇത്രയും മാറ്റം അതിന് വന്നെന്നുള്ളത് നോക്കണം. പല വീടുകളിലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എന്നിലൊക്കെ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ചെയ്യുന്ന എന്നാന്നുള്ളത്, ശരീര വളർച്ച മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇവർ പലതിനും പിടിവാശി എടുക്കും, അത് ഇന്നത് വേണമെന്ന് പറഞ്ഞ് പിടിവാശി എടുക്കും. പിന്നെ ചിലപ്പോൾ ഇവർക്ക് ദേഷ്യം വരുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ ഉപദ്രവിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലരെന്ന് പറഞ്ഞാൽ അതുങ്ങളെ തിരിച്ച് നല്ലപോലെ ഉപദ്രവിക്കും. കാര്യം ഇവർക്ക് ദേഷ്യം കയറും. നിങ്ങൾ കാണുന്ന ഈ കുഞ്ഞൊരു സുഖമില്ലാത്തൊരു കുഞ്ഞാണെന്നോ അതിനെ നമ്മൾ പറയുന്നൊന്നും അതിന് മനസ്സിലാകുന്നില്ലെന്നോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. രഞ്ജിത് പറയുന്നുണ്ട് സൂര്യമോൾക്ക് 18 വയസ്സായെങ്കിലും 2 വയസ്സിന് 2.5 വയസ്സിൻ്റെ ആ ഒരു ഇത് വന്നിട്ടില്ല. 2.5 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അതിന് എന്നെ അറിയാം, വല്ലതും അറിയാവോ? ഒന്നും അറിയത്തില്ല, അത്രയും ഉള്ളൂ. 2.5 വയസ്സ് തൊട്ട് 5 വയസ്സുള്ളൊരു കുഞ്ഞാണെങ്കിൽ പോലും എന്തോരം നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നമുക്കത് കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ നമുക്കതിനെ എടുത്തുകൊണ്ട് നടക്കുമോ, അല്ലെങ്കിൽ നമുക്കതിനെ എടുത്ത് വെളിയിൽ കൊണ്ടുപോക്കാം. ഇത്രയും 18 വയസ്സേ കുഞ്ഞിന് ശരീര വളർച്ചയുണ്ട്, അതിന് പ്രായം മനസ്സുകൊണ്ട് മാത്രമേ ഉള്ളത് ആ കുഞ്ഞു പിള്ളേർ ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഈ രഞ്ജിത് എത്ര സ്നേഹത്തോടെയും എത്ര കരുതും. ഞാൻ ഒത്തിരി വീഡിയോസ് കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിരിക്കുമ്പം എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് മുഴുവൻ കണ്ടിരിക്കും. പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിൽ അപൂർവം കുറച്ച് വീഡിയോസുകളൊക്കെ കാണാറുള്ളൂ. പക്ഷേ അതിലൊരു വീഡിയോ ആണ് ഈ രഞ്ജിതയുടെ വീഡിയോ. അത് വരുമ്പോഴത്തേക്ക് ഞാൻ അന്നേരം പോയിരുന്നു. കാര്യം കൂടുതൽ സൂര്യമോളെ കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, സൂര്യമോളെ ഭയങ്കര ഇഷ്ടമാണ്. ആ സൂര്യമോളെ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ആ വീഡിയോ എടുത്ത് വെച്ച് കാണുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ ചിരിച്ച മുഖത്ത് നമ്മൾ സംസാരിക്കും, നമ്മൾ സൂര്യമോളെ കൂടെ എല്ലാം നിൽക്കുന്നു, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വേദന അത് തന്നെയാണ്. കാരണം ഞാനുള്ള സമയത്തോളം ഓക്കെയാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അച്ഛനായാലും ഇപ്പോൾ എൻ്റെ അമ്മയായാലും പ്രായമായി വരുവാണ്, പാറു നോക്കിക്കോളൂന്ന് എല്ലാവരും പറയുന്നു. അവരുടെ ഒരു മനസ്സാണ്. എന്നെ സംബന്ധിച്ച അമ്മ അതുപോലും ഞാൻ അതിലിപ്പോൾ എന്തോ പറയുമ്പോൾ അത് മറ്റുള്ളവരെങ്ങനെ ഉൾക്കൊള്ളുന്നു എനിക്ക് അറിഞ്ഞൂടാ. സമയത്ത് ബുദ്ധിമുട്ട് വരുമ്പം അവർ മനസ്സുകൊണ്ടേ തോന്നരുത് അമ്മ അച്ഛനും ചേച്ചിക്കുട്ടി ഇങ്ങനെ എനിക്ക് നോക്കേണ്ടി വന്നുകൊണ്ടാണല്ലോ എന്ന്. പക്ഷെ അവളെന്ന് വെച്ചാൽ നന്നായിട്ട് ഇവിടെ കെയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതെ, പക്ഷേ ആ ഒരു കെയറിംഗ് ഒക്കെ നമുക്ക് സഹോദര ബന്ധത്തിലുള്ള മാത്രമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. നാളെ അവർക്ക് എൻ്റെ മൂത്ത മകളായാലും ബുദ്ധിമുട്ടായിരുന്നു ഉള്ളൊരിതുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി നമുക്ക് കുറേ നാളുകൊണ്ട് നടക്കണം. കാരണം ഇതിന് വേണ്ടി ഒരു ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അനാഥമാകുമ്പോൾ അവർക്ക് അതിൽ ഇപ്പോൾ അനീതിക്കായാലും ആങ്ങളമാരുണ്ടെങ്കിലും ചേട്ടന്മാരുണ്ടെങ്കിലും ഒക്കെ അവർക്ക് പോയി എല്ലാ മാസവും ഇവരൊന്ന് വിസിറ്റ് ചെയ്യാം.
ഇത് ശരിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളിപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ കാലശേഷം അവരെങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ കരുതുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഭാഗ ജീവിതം, അവർക്ക് കൂട്ടായി കുട്ടികളായി അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നുമല്ല സൂര്യമോളെ, അങ്ങനെ ഒരു ഇതിലേക്കല്ല. ആരെ വിശ്വസിച്ച് ഏൽപ്പിക്കും ഇന്നത്തെ കാലത്ത്? ആരെടുത്ത്? ഈ പാറു എന്ന് പറയുന്നത് സൂര്യമോളുടെ അനിയത്തിയാണ് കേട്ടോ. പാറു പറഞ്ഞ് ശരിയാണ്, പാറു നോക്കും, എടുക്കുക, എല്ലാം ചെയ്യും. പക്ഷെ പാറുവിന് ഒരു ജീവിതമുണ്ട്. ഇവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചാണ് സൂര്യമോളെ നോക്കുന്നത്. പല ആഗ്രഹങ്ങളും. ഇപ്പം രഞ്ജിതയ്ക്ക് എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാവരും പോകും, രഞ്ജിത പോകത്തില്ല. കാര്യം ആ കല്യാണം കൂടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അത് കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. സൂര്യമോളെയും കൊണ്ട് പോയാൽ അവിടെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് സൂര്യമോളെ നോക്കേണ്ടതുകൊണ്ട് വീട്ടിലിരിക്കും. അങ്ങനെ എന്നതെല്ലാം ആഗ്രഹങ്ങൾ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും സൂര്യമോളെ. അതൊരു അമ്മയായതുകൊണ്ടാണ്. പക്ഷേ സഹോദരി പാറു സ്നേഹിക്കും, നോക്കും, എല്ലാം ചെയ്യും. പക്ഷേ പാറുവിന് വേറെ കുടുംബമായി കഴിയുമ്പോഴത്തേക്ക് പാറു കൊടുക്കുന്ന സ്നേഹം പോലെ തന്നെ മറ്റുള്ളവർ സൂര്യമോളെ സ്നേഹിക്കണമെന്നില്ല, അങ്ങനെ ഒരിക്കലും വരണമെന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. എത്രമാത്രം മനസ്സിൽ അവർ ആദ്യമുണ്ട് അവരുടെ കാലശേഷം ആ കുഞ്ഞ് ആരുടെ അതിൽ സുരക്ഷിതയായിരിക്കും എന്നുള്ളൊരിത് എത്രമാത്രം. ഇങ്ങനെയുള്ള അമ്മമാരെയൊക്കെ ഉണ്ടല്ലോ നെഗറ്റീവ് പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക, അതേ ഉള്ളൂ. കാര്യം നമ്മളെ കൊണ്ട് ഒന്നും ഒരു സഹായം ഓർക്കണി ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും കുഞ്ഞിനെ നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് എന്ത് സുഖം കിട്ടുന്നു. ഈ നെഗറ്റീവ് കമൻറ്റ് ചെല്ലുമ്പോഴത്തേക്ക് എത്രയാണെങ്കിലും വായിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു വിഷമം വരത്തില്ലേ? അത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കത്തില്ല ഇവർ എന്നതിനായിരിക്കും ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് എന്ന് തോന്നില്ലേ? നമുക്ക് ഒരു മനുഷ്യരോട് നമ്മൾ പറയുക, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയാണ്, ഇവരെന്തെങ്കിലും മോശമായിട്ടൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ നല്ല കാര്യം ചെയ്യുമ്പം അത് വിമർശിച്ച് അവരെ നെഗറ്റീവ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് വന്ന് ചിലതൊക്കെ വന്ന് പറയും. പക്ഷേ ചിലപ്പോൾ ചിലർ എന്നതിന് അവർക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നാലും സൂര്യമോളെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ അമ്മമാരാണ് സൂര്യമോളെ ഇഷ്ടപ്പെടുന്നത്. റീസെൻ്റ്ലി ഞാനിപ്പം ഇന്നലെയാണെന്ന് തോന്നുന്നു മോളുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തത്. കാരണം അത് എന്നിൽ അമ്മയ്ക്ക് മാത്രം അത് ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ എഴുതിയതാണ് അതിനകത്ത്. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ ഐ കോൺടാക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇല്ലാത്ത. ആദ്യമേ ആ കുട്ടി ഐ കോൺടാക്ട് പ്രത്യേകിച്ച് കറക്റ്റായിട്ട് ആ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തോണം. നല്ല ഉറച്ച മിഴി വെച്ച് കണ്ണു വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അന്നേരം അതിനകത്ത് ഇട്ടപ്പോൾ എന്തോ ഒരാൾ വന്ന് അതിനകത്ത് കമൻറ്റ് കോക്കാച്ചി എന്ന് പറഞ്ഞൊരു കമൻറ്റ് കൊച്ചിനെ കണ്ടിട്ട് അത് നമുക്ക് ഇതിപ്പം സൂര്യമോളെ കണ്ടാന്ന് വെച്ചാൽ മുടിയൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് അവളൊരു നോർമൽ കുട്ടി കണക്കിരിക്കുക. എന്നാ സുഖം കിട്ടി ആ കൊക്കാച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേ. കൊക്കാച്ചി ഇവൻ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഈ കൊക്കാച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചിനിടാനായിട്ട്. അതുകൊണ്ട് ഇവരുടെ നമ്മളൊരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഒറ്റ വീഡിയോ മാത്രം അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രം കണ്ട് നമ്മളതിന് കമൻറ്റ് ഇടാൻ നിൽക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അവർക്ക് നെഗറ്റീവായിട്ടൊരു കമൻറ്റ് ഇടണമെന്ന് തോന്നുവാണെങ്കിൽ അവരുടെ മറ്റു വീഡിയോസ് കാണും, ഇവർ എന്നെ തന്നെ ഇതിനകത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് എന്നതാണ്, അല്ലെങ്കിൽ ഇതിന് പ്രശ്നമുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ഇടുക. അങ്ങനെ കുറേ മനുഷ്യർ, അതൊരു മറ്റു രോഗം മാതിരിയാണ് കേട്ടോ. മനുഷ്യർക്ക് ഒരു രോഗം മാതിരിയാണ്. നല്ലത് കണ്ടാലും അതിന് നെഗറ്റീവ് പറയുന്ന മനുഷ്യർക്ക് ഒരു രോഗമാണത്. അത് ഈ ഓട്ടിസം ബാധിച്ച കൊച്ചിനേക്കാൾ ഭയങ്കരമായിട്ടൊരു രോഗമാണത്. അതിന് ഒരിക്കലും ഇതിനെ നമുക്ക് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ കൂടെ ചേർത്ത് കുറച്ചെങ്കിലും അതുങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതന്നെ ഉണ്ടല്ലോ, കൂട്ടാനും കൊള്ളുകയില്ല. ഇതിനെയൊക്കെ ഒരിക്കലും ഇതിൻ്റെയൊക്കെ രോഗം മരിക്കുന്നിടം വരെ ഇവരിങ്ങനെ ആയിരിക്കും. ഈ ഇതിൻ്റെ അണുക്കൾ കയറി കിടക്കുന്ന മാതിരിയുള്ള സ്വഭാവമായിരിക്കും. ആ ഒരു കൊച്ചിൻ്റെ ഫോട്ടോ കണ്ടിച്ച് കോക്കാച്ചി മാതിരി ഇരിക്കുന്നത്. അത് പറഞ്ഞത് എന്നതാണ് എങ്ങനെ ഒരു മനുഷ്യനെ മാനസികമായിട്ട് തകർക്കാം എന്നുള്ളതാണ്. അതേസമയം അതിനകത്തൊരു 10 കമൻറ്റ് നിങ്ങൾ ഈ നെഗറ്റീവ് പറഞ്ഞിരുന്ന് ചിന്തിച്ച് നോക്കുക. ഒരു നല്ല മോളെ നിന്നെ കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ നീ സുന്ദരിയായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് അവർ ആ കമൻറ്റ് അതിനെ വായിച്ചുകൊണ്ട് കേൾപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. മോനെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു, സൂര്യമോളെ നീ ഇത് കേട്ടോ എന്നും പറഞ്ഞിട്ട് അതിന് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സൂര്യമോൾക്ക് ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ പറയുന്നത് അത് മനസ്സിലുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് സൂര്യമോളുടെ ഈ ഇൻ്റർവ്യൂ തന്നെ TV വെച്ച് കാണുന്നുണ്ട്. കാണുമ്പോഴത്തേക്ക് സൂര്യമോൾ അത് ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നും ആ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യം അത് അറിയുന്നില്ല. ഭയങ്കര ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കണ്ടായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിന്, അത് ആദ്യമായിട്ടാണ് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് അമ്പലത്തിൽ. പക്ഷേ ആദ്യം ഞാൻ ഓർത്തു കേട്ടോ, കുഞ്ഞിനെ കൊണ്ട് വെച്ചാൽ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കോട്ട് പോയി കുഞ്ഞ് അങ്ങോട്ട് അത് ഓടി നടക്കും അതിൽ. അതുപോലെ ഡാൻസ് കളിയും, ഇടയ്ക്ക് വന്ന് കസേര ഇരിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്ത് അത് പക്ഷേങ്കിൽ അതിൽ വന്ന മാറ്റമാണ് നമ്മളതിലേറെ ശ്രദ്ധിക്കേണ്ടത്. അത്രയും ജനങ്ങളുള്ളിടത്ത്, അത്രയും ആൾക്കാരുള്ളിടത്ത് ആ പാട്ട് കേട്ട് അത് ഡാൻസ് കളിക്കാനും അതാ നടക്കാനും അതുപോലെ തിരിച്ചു വന്ന് അതാ ഇരിക്കുന്ന കസേര തന്നെ ഒന്ന് ഇരിക്കാനും ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ രീതിക്കും കാര്യങ്ങൾക്കും ഒക്കെ. അല്ലെങ്കിൽ അത്രയും ആൾക്കൂട്ടം കാണുമ്പം അതിനൊരു പേടിയോ ഭയമോ അല്ലെങ്കിൽ ഒരു വെപ്രാളമോ അതൊന്നും അല്ലത് കാണിച്ചത്. അതിൻ്റെ സന്തോഷമാണ് അവിടെ കാണിച്ചത്. അതിനും കുറേ നെഗറ്റീവ് കമൻറ്റ് അതിൻ്റെ താഴെ വന്ന് നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇത് ആരുടെ വീഡിയോ ആണ്? ഇത് ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിനെ ഒരു അമ്മ പൊതുസമൂഹത്തിലോട്ട് കൊണ്ടുവന്ന ഒരു വീഡിയോസാണ് ഈ കാണുന്നതല്ല. അതിനകത്ത് വന്ന് നെഗറ്റീവ് പറയാൻ ഇടുമ്പം മുന്നേ പോട്ടെ, നമുക്കറിയത്തില്ല, ചിലപ്പോൾ ചില പുതിയ ആൾക്കാർ കയറി വരുമ്പോൾ ഇതെന്തോ ഈ കഴിക്കുന്നത് ഇടുന്ന് ഞാൻ ഈ കഴിക്കുന്ന വീഡിയോസ് ഞാൻ നാളെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിക്കുന്ന വീഡിയോ ഇടുന്നത് വെച്ചാൽ ആ കഴിക്കുന്ന സമയത്ത് അവൾ നടത്തുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്. ഇപ്പം പാറു അടുത്തുനിന്നിരിക്കുമ്പോൾ പാറുവിൻ്റെ പാദത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവൾ നന്നായിട്ട് ചവച്ചരച്ച് നന്നായി രുചി ആസ്വദിച്ചൊക്കെയാണ് സൂര്യമോൾ ആഹാരം കഴിക്കുന്നത്. ഇതൊക്കെ ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങൾ ചുരുക്കം ചിലർക്കേ ഉള്ളൂ.
അതിന് ഇത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾ ആദ്യമേ മുതലുള്ള ഇപ്പം നമ്മുടെ ഫോളോവേഴ്സിൽ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്ന ആദ്യം മുതലുള്ള സൂര്യമോടെ ആ ഒരു വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല ഇടാൻ. വീഡിയോ കയറി കണ്ടതിന് ശേഷമേ നിങ്ങൾ എപ്പോഴും ഒരു കമൻറ്റ് ഇടാവുള്ളൂ. നിങ്ങളത് കണ്ടു നോക്കുക. ഒരു അമ്മ എത്രമാത്രം നമുക്കറിയത്തില്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കുഞ്ഞുങ്ങളെയാണെങ്കിൽ പോലും അതുങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ ശരിക്കും പാടുപെടുന്നുണ്ട്. ചിലപ്പോൾ പിള്ളേർ തമ്മിൽ വഴക്കായിരിക്കും, ചിലപ്പോൾ കുരുത്തക്കേടുകളായിരിക്കും, പഠിപ്പിക്കാനിരുത്തുന്നത്, അങ്ങനെ എന്നതെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇനി ആണുങ്ങളാണെങ്കിൽ അവർ ഈ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ളവരാണ് കമൻറ്റ് ഇടുന്നെങ്കിൽ, നിങ്ങൾ വീട്ടിൽ ഈ ഭാര്യമാരി കുഞ്ഞുങ്ങളെയും കൊണ്ട് നോക്കുന്നതോ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതോ ഈ ഓടി നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ചുമ്മാ ശ്രദ്ധിച്ച് നോക്കുക വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ചിലപ്പോൾ റിമോട്ടിനായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾക്ക് കൂടുതൽ കൊടുത്തു കുറവ് കൊടുത്തു, അല്ലെങ്കിൽ അവൻ അതെടുത്തു ഇതെടുത്തു, അല്ല എൻ്റെ പത്ത്, ഇങ്ങനെയൊക്കെ എന്നതെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നോർമലായിട്ടുള്ളൊരു കുട്ടികളുടെ കാര്യമാണ് ഇനി പറഞ്ഞത്. നോർമലായിട്ടുള്ള കുട്ടികൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് ഈ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ ഇത്രയും ഇതായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും മാറ്റം വരുന്നത് ആ വീഡിയോയിലൂടെ കാണിക്കുകയും അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 17ാമത്തെ വയസ്സായപ്പോഴാണ് സൂര്യമോൾ കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാൻ തന്നെത്താനെ വാരി കഴിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. കാര്യം അതിനറിയില്ല അങ്ങനെ വാരി തന്നെ കഴിക്കണമെന്നുള്ളത്. ആ കഴിക്കുന്ന കൈകൊണ്ട് തലയിൽ തൂക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു അമ്മയാണ്. അത് ബാത്റൂമിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുന്നത്, അത്രയും ചെയ്തു കൊടുക്കുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ഒരു എത്ര മറ്റുള്ളവർ മുന്നിൽ ചിരിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അതൊക്കെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 10 പേരൊരു നല്ല കമൻറ്റ് ഇടുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നും, ഒരു മനസ്സ് സന്തോഷം തോന്നും. നമ്മളിപ്പോൾ ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും നമ്മൾക്കത് പോസിറ്റീവായിട്ടൊരു മറുപടി വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമുക്ക് മനസ്സ് തന്നെ വീണ്ടും ഒരിതാണ്, നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റും, ഇനി മുന്നോട്ട് അത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലല്ലേ എന്ന് പറയുന്നതല്ലേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവർ അത്രയും കിടന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് കോടികളൊന്നും കിട്ടത്തില്ല നിങ്ങൾ പോസിറ്റീവായിട്ടൊരു കമൻറ്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട്. അവരുടെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമാണ്. ഡ്രസ്സിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നതിനാ സൂര്യമോക്ക് ചൂടല്ലേ 2 ഡ്രസ്സ് ഇടുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു അമ്മയായ എനിക്ക് സൂര്യമോടെ ചൂടല്ല പറഞ്ഞത്. ഇവിടെ ലൂസായ ഡ്രസ്സ് ഇവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അന്നേരം കളയുക. അന്നേരം ഞാൻ എന്ത് ചെയ്യും, ആ ഉരി കളയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഓവർകോട്ട് ഞാൻ തന്നെ ഒരു കണ്ടുപിടിച്ച ഐഡിയ. അല്ലെങ്കിൽ ഈ പറഞ്ഞോളം നമ്മൾ സൂര്യമോളെ ഒരു മനുഷ്യർ കൂടുതൽ നമ്മുടെ വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് റൂമിൽ തന്നെ അടച്ചിടേണ്ടി വരും. എന്ന് വെച്ചാൽ അവളെ പുറത്തോട്ട് ഈ ഗസ്റ്റിന് മുന്നിൽ ചൂട് ഡ്രസ്സ് ചെയ്യാനുള്ള അവൾ എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ അഭിമാനം അവർക്കറിയത്തില്ല, അതിന് നമ്മൾ സംരക്ഷിക്കണ്ടേ. അതിനുവേണ്ടിയാണ് ഞാൻ ആ ഡ്രസ്സിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാനതിന് കുറച്ച് ഇരുന്ന തുണി കൊണ്ട് ബാക്കിലോട്ട് ബുക്കുള്ള ഓവർകോട്ട് തയ്പ്പിച്ച് എന്നിട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവളത് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ അതിൻ്റെ മേളിൽ ഇടണമെന്നുള്ള ടെൻഡൻസിയാണ് ഇപ്പോൾ അതെ. അതിനെക്കുറിച്ച് അറിയാവുന്ന തെറാപ്പിസ്റ്റുകൾ, നമ്മുടെ സ്പെഷ്യൽ ടീച്ചർമാരുണ്ടല്ലോ, അവർ എനിക്ക് അത് കണ്ടപ്പോൾ പറഞ്ഞു ഇതൊരു സെൻസ് ഇഷ്യൂ ആണ്, ഒരു കാര്യം ചെയ്യണം, അത് പതുക്കെ അവളിത് മാറ്റണം. ഒരു ഡ്രസ്സ് ഇട്ടോട്ടെ, ഒരെണ്ണം നമ്മൾ ഓവർകോട്ട് കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ ഇടുന്നത് പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക, അമ്മ ഇങ്ങനെ തരത്തില്ല, അമ്മ ഇട്ട് തരത്തില്ല, നമുക്ക് ഇത് മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി, പക്ഷേ ഒത്തിരി ഇടാൻ പറ്റത്തില്ല, അത് ഇട്ടുകൂടാ. ഇങ്ങനെയൊക്കെ അവന് സ്ഥിരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പാർവതിയോടും പറഞ്ഞു കൊടുത്തു. ആ ഒരു വീഡിയോ ഞാനും കണ്ടായിരുന്നു കേട്ടോ. ആദ്യമേ ഒരു ഡ്രസ്സ് ഇട്ടേച്ച് അതിൻ്റെ പുറത്ത് അടുത്തത് ഇടാനായിട്ട് ഒന്നെങ്കിൽ രഞ്ജിത എടുത്ത് അല്ലെങ്കിൽ പാറുവിൻ്റെ അടുത്ത് നിന്ന് ഇട്ടതാന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നതിന് വരെ പുറകെ നടക്കും. അത് തന്നെ ഇടാൻ അറിയത്തില്ല, വേറെ ആൾ ഇട്ട് കൊടുക്കണം എന്നാലേ അറിയത്തുള്ളൂ. അങ്ങനെ ഇട്ടതാന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ഇവർ ഇട്ട് കൊടുക്കുന്നേ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാവരും ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഒന്നിന് പുറത്ത് 2-3 ഒക്കെ എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഈ ഉടുപ്പിടാൻ വന്നപ്പോഴത്തേക്ക് ഇട്ട് തരത്തില്ല എന്നും പറഞ്ഞിട്ട് അത് മതി ഇട്ടേക്കുന്ന മതി ഇട്ട് തരുന്നത്. അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, സൂര്യമുഖ് ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം വന്നിട്ട് അവിടുത്തെ പാറുവിൻ്റെ എടുത്തിട്ടുണ്ട്. പാറു ഇരുന്ന് പഠിക്കുവാണ്. പക്ഷേ പാറുവിനെയൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തു കേട്ടോ, പഠിക്കുന്നൊക്കെ എടുത്ത് ചെന്നേച്ച് സൂര്യമോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്. പക്ഷേ പാറുവിനോട് ഭയങ്കര ഒരു സ്നേഹം സൂര്യമോൾക്കുള്ളവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറു ആ ഒരു ഇത് പറയുമ്പോഴത്തേക്ക് പാറു സൂര്യമോൾ ഉടുപ്പ് വന്നിട്ട് തരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതാ ക്ഷമയോട് കൂടി നിന്നയിച്ചത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിടുന്നേ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ പറയുന്നത് കുഞ്ഞിനെ വെച്ച് പൈസ ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ ജോലി എടുത്താൽ പൈസ ഉണ്ടാകുന്നത് ഞാൻ അത് പറയുന്നു. കാരണം അറിയാം, ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ നമ്മൾ ഇടണമെങ്കിൽ എന്ന് പറഞ്ഞ ജോലി. പിന്നെ അതിൻ്റെ എല്ലാ കമൻറ്റും സെക്ഷനും പോയി ലൈക്കും കൊടുത്ത് നമ്മൾ അതിനകത്ത് നല്ല എൻഗേജ് ആയിരുന്നാലും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഇതൊരു ജോലിയാണ്. പക്ഷേ പലരും അത് മനസ്സിലാക്കുന്നത് ഇത് നല്ല ജോലിയാണ്. 24 മണിക്കൂർ ചിലപ്പോൾ ഉറക്കം വരുന്ന പറഞ്ഞാൽ ലൈക്കും കമൻറ്റും കൊടുക്കും. അതിൽ ഈ ജോലിയിൽ നിന്നും കിട്ടുന്നത് കുഞ്ഞിന് ഉപകരിച്ചോട്ടെ എന്ന് ഒരു മാസം അവർക്ക് എന്തൊക്കെ ചിലവ് കാണും. ഇപ്പോൾ എല്ലാം എപ്പോഴും എനിക്ക് വർക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഒരു വീട് കഴിഞ്ഞ് പോകാനോ അച്ഛനായാലും അധ്വാനിക്കുന്നുണ്ട്, എല്ലാം നടക്കത്തില്ല. അതിന് അങ്ങനെ ചിന്തിച്ചാൽ പോലെ. ഇപ്പം എനിക്ക് വയ്യാതെ വന്ന് അവളൊന്ന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അവളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നു, സ്വയം ചെയ്യാൻ പറ്റാത്ത കുട്ടിയാണ് എല്ലാവർക്കും അറിയാം. ഒരാൾ നമ്മൾ ഇവിടെ നിർത്തണമെങ്കിൽ എത്ര ആവുന്നവർക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? നോർമലി ബെഡ് കിടക്കുന്ന ഒരാളെ നോക്കാൻ പോലും 20,000 രൂപ സ്റ്റാർട്ടിങ് കൊടുത്താലും നോക്കത്തുള്ളൂ. ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിനെ നോക്കാൻ അതൊരു പോസിബിൾ ആയ ഒരു കാര്യം കൂടി അല്ലല്ലോ. നമ്മൾ നോക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ നോക്കുന്ന ആവത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മനസ്സോടെ വരുന്നത് നമ്മൾ അതുപോലെ പൈസ കൊടുക്കേണ്ടി വരും. മാസം അത്രയും രൂപയൊക്കെ വരും. പിന്നെ നേറ്റി പറയുന്നവർക്കൊക്കെ ഒരു സമാധാനമായി കാണില്ല, അവർ കിട്ടുന്നതുകൊണ്ട് മണിമാളിക വെക്കുമെന്നും അല്ലെന്ന് എല്ലാവരും ചിന്ത ചെയ്താണ്. ഭയങ്കര കോടീശ്വരനായി പോകുന്നുള്ള വെപ്രാളം കൊണ്ടാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. ആ കുഞ്ഞിന് ഒരു ദിവസം രഞ്ജിതയ്ക്ക് വയ്യാതെ വന്ന് പോയാൽ ആ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ നിർത്തണമെങ്കിൽ അത്രയും അതുപോലെ പൈസ കൊടുത്താലും അത് സത്യമാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രായമുള്ളവരെ അത് വയ്യാതെ നോക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു ആഹാരം എടുത്ത് കൊടുക്കാൻ പോലും ഒരാളെ നിർത്തണമെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കണം അവർക്ക്. എന്ന് ആ കുഞ്ഞിന് ഒരു സഹായമാകും. ഇവർക്കൊക്കെ ഒരു സാധാരണ കുടുംബമാണ് അവരുടേത്, സാധാരണ കുടുംബമാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്, അതിന് മരുന്നും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് പൈസ അതിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് തന്നെ ഇവർ പറഞ്ഞത് തന്നെ, ഒരു ദിവസം രഞ്ജിതയ്ക്കൊന്ന് വയ്യാതായി പോയാൽ അതിൻ്റെ കാര്യങ്ങൾ ഒരു പെൺകുഞ്ഞാണ്, ഒരു ആൺകുഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ നമുക്കിപ്പം
മറ്റാരെങ്കിലും വീട്ടിലുള്ള ഇപ്പോൾ അമ്മാവന്മാരോടോ അല്ലെങ്കിൽ മറ്റാരോട് വേണം പറയാം അവനെല്ലാം ഒന്ന് കുളിപ്പിരുന്നത്. ഇതൊരു പെൺകുഞ്ഞാണ്. ഇവർക്ക് പിന്നെ തന്നെയല്ല രഞ്ജിതനകത്ത് പറഞ്ഞ വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇവരൊക്കെ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു കുഞ്ഞിനെ ഈ രഞ്ജിതയും ഈ പാറും പിന്നെ രഞ്ജിതയുടെ അമ്മ ഇങ്ങനെ ഇവർക്കൊക്കെ ഉള്ളിലായിട്ട് മാത്രം നിർത്തിയാണ് ഇവർ വളർത്തുന്നത്. കാര്യം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ഓട്ടിസം ബാധിച്ചുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആര് ചെന്നാലും ചില കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തോട്ട് വന്ന് മടിയിലോട്ടിരിക്കും. അവർക്കറിയത്തില്ല നമ്മൾ അവരുടെ ആരും അല്ലെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. എനിക്കറിയാവുന്നൊരു കൊച്ചാണ്, പക്ഷേ ഒരു ആൺകുഞ്ഞാണ്. കൊച്ചു അതിനൊരു അന്ന് അതിനോട് 8 വയസ്സോ 9 വയസ്സേ ഉള്ളൂ. എന്നെ ആദ്യമായിട്ട് കാണും. അത് ഓടി വന്ന് എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മടി കയറി എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതൊരു ആൺകുഞ്ഞായതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പെൺകുഞ്ഞാണെങ്കിൽ അത് വളർന്ന് അതൊക്കെ സൂര്യയെപ്പറ്റി രഞ്ജിത ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടു നോക്ക്. ഒന്ന് പുറകോട്ടൊക്കെ നിൽക്കെങ്കിലും ഇഷ്ടപ്പെട്ട അവളുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ തീർച്ചയായും അവരുടെ അടുത്ത് പോയി ചിരിക്കാനും കാര്യം പറയാനും ഒക്കെ ശ്രമിക്കുക. അവരുടെ അടുത്ത് പോയി നിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് പിന്നെ നമ്മൾ പിന്നെ ഞാനുമായിട്ടാണ് അവൾ കൂടുതൽ അടുക്കുന്നത്. ഇപ്പം അവളുടെ അച്ഛനായിട്ടായാലും ഞാൻ അധികം ഒരു അടുപ്പം വെപ്പിക്കത്തില്ല അടുത്ത് പോയി ഇരിക്കാനും. കാരണം അത് വേറെ ഒന്നുമല്ല, നമ്മൾ ആൺകുട്ടികളായിട്ട് ആണുങ്ങൾ കാണുമ്പോഴായാലും അവൾ ഒരു പെൺകുട്ടിയല്ലേ, ചെന്ന് പോയി മടിയിലിരിക്കുന്നത് അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ ഉറപ്പായും അടുത്തൊരാളുടെ അടുത്ത് അത് നമ്മൾ അതിനൊരു തെറ്റായിട്ട് മാറ്റി നിർത്തി അങ്ങനെ അവിടെ അല്ല സേഫായിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ മടിയിരിക്കുന്നത് അവിടെ പറഞ്ഞ മടിയിലൊക്കെ പോയിരിക്കും. അത് പക്ഷേ ഇതുവരെ അവൾ വേറെ കുഞ്ഞിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലുതാണെങ്കിൽ അവൾക്ക് അങ്ങനെ എഴുതില്ല. മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ മക്കളെ ആ ഒരു രീതി കൊണ്ടുവരാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. അവരെത്ര കരുതലോട് കൂടിയാണ് ആ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്. കാര്യം അതിൻ്റെ അച്ഛൻ്റെ മടിയിൽ അതിനൊരു പ്രായം കഴിയുമ്പോൾ തൊട്ട് അതിനെ അച്ഛൻ്റെ മടിയിൽ അതിനെ ഇരുത്തത്തില്ല. കാര്യം അത് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അതിൻ്റെ അച്ഛൻ അതിനെ സ്നേഹിക്കാനായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അത് ഇന്ന് അച്ഛൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ നാളെ വീട്ടിലൊരാണുങ്ങൾ വരുമ്പം അവരുടെ മടിയിലും പോയി ഇരിക്കും. അച്ഛൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെ തന്നെ അത് അതിനറിയില്ല. അത് നിഷ്കളങ്കമായ ഒരു മനസ്സാണ് അതിന്, കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ്, അതിനറിയില്ല. അപ്പോൾ ആ ഒരു അമ്മയുടെ ആ ഒരു ഇത് ഓർത്ത് വയ്ക്കുക. എത്ര ഇതായിട്ടാണ് അവരോടും ആ പാറുവിനോടും മാത്രമായിട്ട് പിന്നെ അവരുടെ അമ്മയോടും ഒക്കെ ആയിട്ട് അവർ സ്ത്രീകളുടെ അടുത്ത് മാത്രമായിട്ട് അതിനെ ഒതുക്കി നിർത്തി. കാര്യം പുരുഷന്മാരുടെ മടിയിൽ അത് അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. മോനെ അത് അച്ഛനല്ല അല്ലെങ്കിൽ വേറൊരാളാണ് അതിന് പറഞ്ഞ് അത് കേൾക്കത്തില്ല. കാര്യം അതിൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ അതിനെ അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക, ഇവരുമായിട്ട് മാത്രം കൂടുതൽ അടുപ്പം കൊടുക്കുക. ആ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്ന് ഓർത്ത് നോക്കിയ സ്വന്തം മോളെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പോലും പറ്റാത്ത കാര്യം അവർക്കറിയാം. നാളെ ഇപ്പോഴത്തെ കാലം നമുക്കറിയാലോ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതിന് അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്ന പോലെ തന്നെ ആരെങ്കിലും വിളിച്ചെടുത്തിരുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ള ചില മനുഷ്യരൊക്കെ ഉണ്ട്, കുഞ്ഞെന്നോ പ്രായമുള്ളതെന്നോ അല്ലെങ്കിൽ സുഖമില്ലാത്ത കുട്ടികളെന്നോ അങ്ങനെ ഒരു ചിന്തയുമില്ല. നോർമലായിട്ടാണ് ഇപ്പോൾ ഒരു പെൺകുഞ്ഞിനെ നമുക്ക് എങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാൻ ഭയമുള്ള കാലമാണിപ്പോൾ. എന്നതാണ് സംഭവിക്കുന്നത് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആയിരിക്കും അത്. പിന്നെ നമ്മൾ ന്യൂസിനകത്തിന് മറ്റു കഴിഞ്ഞ നമ്മൾ ട്രെയിനകത്ത് തന്നെ കണ്ടില്ലേ, ഒരു കൊച്ചാണ്, ആ പ്രായമുള്ള ഒരുത്തനാണ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി തോന്നിയാസം കാണിക്കാൻ പോയത്. ആ കൂടെ ഉണ്ടായിരുന്നവന് പോലും അറിഞ്ഞില്ല. ആ ഒരു മഞ്ചു അങ്ങനെ ഉണ്ടെന്ന് സുനിധി അങ്ങനെ ആ കുട്ടിയുടെ പേര് മറന്നു കേട്ടോ. ആ വീഡിയോ റിയാക്ട് ചെയ്തതാണ്. ആ കുട്ടി ഉണർന്നിരുന്നുകൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നാളെ ഒരു വാർത്ത വരുന്നത് അതിന് എന്തെങ്കിലും സംഭവിച്ചു അന്നേരം കുറേ പേര് ഇറങ്ങും, കസറിക്കൊണ്ട് ഇറങ്ങും. നീതി കിട്ടണം മറ്റേ എത്ര ദിവസം ഇറങ്ങും? ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിൽ കൂടുതൽ ഒരിക്കലും പോകുകയില്ല. നീതി കിട്ടുമെന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു കുഞ്ഞിനെ ഇത്രയും നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഇങ്ങനെ ഇത്രയും ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഇത്രയും റിയാക്ട് ചെയ്തത്. കാര്യം ഇവർക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒരു 10 പേരെങ്കിലും, ഇതിപ്പോൾ എത്ര വ്യൂ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ആരും ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും എനിക്കിതെന്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഒരു 10 പേരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലൊന്നും തോന്നുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവൾ 12 വയസ്സിൽ അവൾ പ്രായമായി വയസ്സായി. ആദ്യത്തെ ഷോക്ക് ഒരു അമ്മയെന്ന നിലയിൽ നമ്മളിലെ ഒന്നും അറിയാത്തൊരു കുഞ്ഞ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യും. ഞാൻ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അപ്പച്ചിയുണ്ട് ഇവിടെ. ആ സമയത്ത് ഞാൻ ഇവിടെ നന്നായി കരഞ്ഞുപോയി. കാരണം അവൾ വീടായെന്ന് പറയുമ്പോൾ സാധാരണ നോർമലി ഒരു കുട്ടി കൗമാരത്തിലൂടെ കടന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അതേ സ്ഥാനത്ത് ഞാനൊരു അമ്മ ഞാൻ എന്ത് ചെയ്യും, പകച്ചുപോയി. എന്തൊക്കെ എങ്ങനെ ഇവിടെ കൈകാര്യം ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, ഭൂമി ഇനി ഇത് ഇവിടെ കൊണ്ട് ഞങ്ങൾ അങ്ങ് എടുത്തു എന്നൊക്കെ എങ്കിലും ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് അപ്പച്ചെന്നെ സമാധാനിപ്പിച്ച് അമ്മ സമാധാനിപ്പിച്ച് നിൽക്കുക. അന്നേരത്തെ ഒരു ഷോക്ക് എല്ലാ കാര്യത്തിലും എനിക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താനൊക്കെ ഞാൻ ശ്രമിക്കാം. അതെ, അങ്ങനെ ഞാൻ പിന്നെ ഇവർക്ക് പാഡ് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പാഡൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇവൾ എന്ത് ചെയ്തോ ഇവർക്ക് അതിരിക്കുന്ന അസ്വസ്ഥയാണ്. അതിനവൾ അത് എടുത്ത് കളയുന്ന ടെൻഡൻസി തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റീസാക്കി. പാൻറ്റീസിൻ്റെ നമ്മുടെ പാരൻ്റെ പാൻറ്റീസ് ഉണ്ടല്ലോ അതാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ പോയി കളയുന്നത്. ഇത് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്ന ആർട്ടിഫിഷ്യൽ സാധനം വന്ന് ഇരിക്കുന്ന ഒരു ഇതാണ്. അന്നേരം പിന്നെ ഞാൻ കണ്ടുപിടിച്ച് എല്ലാ പഞ്ഞും പള്ളി അങ്ങിട്ട് എന്നിട്ട് കറക്റ്റായ ടൈമിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ നമ്മൾ ടോയ്ലറ്റോട് പോകും. അത് നമ്മൾ അയച്ചു കൊടുത്താൽ അങ്ങനെ അത് കെട്ടുള്ള പാൻറ്റായിട്ട് മാറി. പീരിയഡ് ടൈമിലെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് അതുണ്ടാവും. അവൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവൾ സ്വയം ഉപദ്രവിക്കുകയും അവൾക്ക് നമുക്കറിയാം അവൾ വേദന ഉണ്ടെന്ന്. അവർക്ക് നമുക്ക് പല ഓരോരുത്തർ തലവേദന, ഓരോരുത്തർക്ക് പിന്നെ കഴപ്പ് കാലികയോ കഴപ്പ് തലവേദന മൈഗ്രെയിൻ പോലെ വേദന വരുന്നവരുണ്ട്. ഇവർക്ക് എങ്ങനെയുള്ള വേദന ഇവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ അവളുടെ ഒരു വിഷമവും ദേഷ്യവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് അങ്ങനെ വേദന ഉണ്ടെന്ന്. നമ്മൾ വന്ന് അടുത്തൊക്കെ പോയി ഇത് നമ്മളെ കൊണ്ട് കിടത്തി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്ത് അവളെ തളവിയൊക്കെ കൊടുത്ത് നമ്മൾ ആരും ഒന്നും ചെയ്തില്ല. പക്ഷേ അവൾ സ്വയം ആ നെറ്റിയുടെ സൈഡൊക്കെ ഇങ്ങനെ തലമ്പ് കുത്തി കിടക്കുക. അതിങ്ങനെ വെച്ചിരിക്കുന്നത് ഈ സൈഡ് കിടക്കുക, അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് മുഖമൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞത് ഇതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മുഖത്ത് തന്നെത്താനെ കൈയിട്ടടിക്കുന്നതും തല ഇങ്ങനെ വെച്ച് ഇങ്ങനെ അവിടെ തഴമ്പുണ്ട് മുഖത്തിൻ്റെ ഈ സൈഡ്, ഇങ്ങനെ ഈ സൈഡാന്ന് തോന്നുന്നു. ഇവിടെ 2 സൈഡിലുണ്ടെന്ന് തോന്നുന്നു. കറുത്ത് ഇവിടെ ഇങ്ങനെ ശരിക്കും ഒരു തഴമ്പുണ്ട് മുഖത്തിന് നല്ല പോലെ. മുഖം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം ഇങ്ങനെ കറുത്ത് ഇതായിട്ടാണ് ഇരിക്കുന്നത്.
അത് നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ഈ കൈ കൊണ്ട് ഈ അടി ഇങ്ങനെ അടിക്കുന്ന നമുക്ക് കാണാം. ദേഷ്യം വരുമ്പോഴത്തേക്ക് സ്വയമാണ് ഉപദ്രവിക്കുന്നത്, വേറെ ആരും ഒന്നും ചെയ്യത്തില്ല. തന്നെത്താനെ മുഖത്തിന് അടിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, ദേഷ്യം വന്നാൽ ഉടനെ മുഖത്തിന് തന്നെത്താനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പ്രാവശ്യം കാണുന്നത്. മുഖത്ത് ഇങ്ങനെ അടിക്കുന്ന കണ്ടുകൊണ്ടാണ് വീഡിയോ കണ്ടത്, ഈ കുട്ടി എന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നെ സൂര്യമോളുടെ ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് തോന്നി, രഞ്ജിതയോട് എനിക്കൊരു ഇഷ്ടം തോന്നി, പാറുവിനോട് ഇഷ്ടം തോന്നി. ഞാൻ ഇവരെ ഇത്രയും പേരെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്, പാറുവിനെയും രഞ്ജിതയും ഈ സൂര്യമോളെ. ഇങ്ങനെ അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഓരോ കാര്യങ്ങൾ പറയും, സൂര്യമോളുടെ ഈ വർത്താനവും ഓട്ടവും അച്ചിരിയും സന്തോഷകരമായിട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഭയങ്കര ഹാപ്പിയായിട്ടാണ് ആളിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞു കേട്ടോ, പീരീഡ്സ് ആകുന്നത് ഒരു കുഞ്ഞ് പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷമാണ്. കാര്യം തൻ്റെ കുഞ്ഞൊരു പെണ്ണായി എന്നുള്ളതിൻ്റെ ഇതാണ്. അവൾക്ക് ഉള്ളിലൊരു യൂട്രസ് ഉണ്ട് എന്നുള്ളൊരു ഇതിൻ്റെയാണ്. പല കുട്ടികളും ഉണ്ട് പീരീഡ്സ് ആകത്ത്. നിങ്ങളപ്പോൾ ചോദിക്കും സ്ത്രീകൾക്കെല്ലാം യൂട്രസ് ഇല്ലേ? നിങ്ങൾ സ്ത്രീകൾക്കെല്ലാം യൂട്രസ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സ് ആകുന്നതിന് താമസം വരും. അന്നേരം നമുക്ക് ടെൻഷനാണ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതെന്നാണ് പീരീഡ്സ് ആകാത്തത്. ഈ കുഞ്ഞിന് 12 വയസ്സായപ്പോഴത്തേക്ക് അതിന് പീരീഡ്സ് ആയി. ഒന്ന് ഓർത്ത് നോക്കി, ഒരു അമ്മയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ആ ഒരു വയ്യാത്ത കുഞ്ഞ് അതെങ്ങനെ ഒരു പാട് പോലും അതിന് ഉടുക്കാൻ അറിയത്തില്ല. അത് ആ പാട് ഉടുപ്പിച്ച് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞില്ലേ അത് ദൂരെ കളയുമായിരുന്നു. അങ്ങനെയാണ് പാൻറ്റിന് ഒരു കെട്ടുള്ള വള്ളി ഇട്ടത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കണം അവരുടെ ജീവിതത്തിൽ. അത്രയും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്നിച്ച് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് എന്നാ സുഖം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ സുഖം കിട്ടുന്നതെന്നുള്ളത് അവരനുഭവിക്കുന്ന അവരുടെ ആ ഒരു നല്ല നിമിഷങ്ങളാണ് അവർ പുറത്തോട്ട് വിടുന്നത്. അവരുടെ ഈ ദുഃഖങ്ങളൊന്നുമല്ല അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഒരു 10 വാക്ക് ഒന്ന് പോസിറ്റീവായിട്ട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പുണ്യം കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്തെല്ലാം തോന്നിവാസങ്ങൾ നടക്കുന്നത്, എന്നതെല്ലാം അസഭ്യങ്ങൾ ഓരോരുത്തരെന്ന് പറയുന്നു. അങ്ങോട്ടൊക്കെ ചെന്ന് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കമൻറ്റ് ഇട്ട് കൊടുക്കുക. ആരും ഒന്നും പറയില്ല. അവർ പറയുന്നതിൻ്റെ ബാക്കിയാണല്ലോ കൊടുക്കുന്നതെന്നെങ്കിലും ചിന്തിക്കും. ഈ നല്ലതായിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുത്ത് തന്നിച്ച് ഈ മാതിരി മോശം കമൻറ്റ് ഇട്ട് വെറുതെ അതുങ്ങളൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിനെതിരാണ്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കണ്ടത് ചിലപ്പോൾ ഇച്ചിരി എന്തായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഒന്ന് പോസിറ്റീവായിട്ട് നമുക്കൊരു 10 പേരോട് പറയാമെന്നൊക്കെ, നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നതിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ എന്നതായിരിക്കാം. ആ രഞ്ജിത എത്ര ഹാപ്പി ആയിട്ട് നിന്നാണ് ഓരോ കാര്യങ്ങളും. അവർ ഉള്ളിൽ വിഷമം കാണും, ഇല്ലെന്നല്ല. ഉള്ളിൽ എത്രയാണെങ്കിലും നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഉള്ളിൽ എന്നും വിഷമം കാണും. അത് കാണിക്കാതെ ചിരിച്ച മുഖത്തോടു കൂടി നിന്ന് എത്ര സന്തോഷമായിട്ട് നിന്നാണ് ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പുഞ്ചിരിയോടുകൂടി നിന്ന് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. എന്നാലും ഇതാരൊക്കെ കാണും, എത്രമാത്രം ആൾക്കാർ ഇത് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. സൂര്യമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബും ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.